ഒരു ലെയർ അതിന്റെ കണ്ടന്റ് മറ്റൊരു ലെയറിന്റെ കണ്ടന്റിലൂടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ ഈ ടെക്സ്റ്റിനകത്തിലൂടെ ഈ ടെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനകത്തൂടെ ഈ ആകാശവും ഈ കടലും അടങ്ങിയിട്ടുള്ള ചിത്രഭാഗം നമ്മൾ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ലെയറുകളുണ്ട്. മുകളിലാണ് ടെക്സ്റ്റ് ലെയർ, താഴെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ലെയർ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ലെയർ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. ശേഷം കീബോർഡിൽ കൺട്രോളും ആൾട്ടും പിടിച്ചുകൊണ്ട് ജി എന്ന് പ്രസ് ചെയ്യുക. ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പവർ ക്ലിപ്പിംഗ് ആണ്. ഇതിനുശേഷം നമുക്ക് ഇവിടെ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെയറിനെ നമുക്ക് ടെക്സ്റ്റിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ഇങ്ങോട്ട് താഴത്തേക്ക് മൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആ ലെയറിലെ കണ്ടന്റ് ഈ ടെക്സ്റ്റിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ ഒന്നിൽ കൂടുതൽ ലെയറുകളെ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഇത് ഒഴിവാക്കുന്നതിന്, അതായത് ഈ ലെയർ രണ്ടിടത്താക്കുന്നതിന് കീബോർഡിൽ ആൾട്ടും ഷിഫ്റ്റും പിടിച്ചുകൊണ്ട് വീണ്ടും ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാകുകയും ആ ലെയർ പുറത്തു വരികയും ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് മെനു ഇതിൽ ചെയ്യുമ്പോൾ ലെയറിൽ പോവുക, അതിനുശേഷം ഇവിടെ കാണുന്ന ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിപ്പിംഗ് സ്വീകരിക്കാം. ക്ലിപ്പിംഗ് ആണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ലെയറിൽ റിലീസ് ക്ലിപ്പിംഗ് മാർക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കുകയും ആവാം. ഏതൊരു ഡിസൈനിന്റെ ഭാഗത്തിലൂടെയും നമുക്കിതിനെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും.